ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബ്ലൂബെറി ചീസ് കേക്കാണ്. ബ്ലൂബെറി ചീസ് കേക്ക് ഒരു നോ ബേക്ക് ചീസ് കേക്കാണ്. അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടത് മാരി ബിസ്ക്കറ്റ്, പൗഡേർഡ് ഷുഗർ, ബട്ടർ, ലൈം ജ്യൂസ്, ബ്ലൂബെറി ക്രഷ്, വിപ്പിംഗ് ക്രീം, ഹങ്കേഡ് എന്നാൽ നമ്മുടെ തൈര് വാങ്ങിയിട്ട് നമ്മളൊരു മസ്ലിംഗ് ക്ലോത്തിൽ ഹങ് ചെയ്തിട്ട് അതിൻ്റെ വേ മുഴുവൻ കളഞ്ഞ് എടുത്തിരിക്കുന്നതാണ് ഹങ്കേഡ്. ദെൻ കണ്ടൻസ് മിൽക്ക്, ഒരു സാധനം കൂടി ഉണ്ട്, ജലാറ്റിൻ. അത് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ് കൊണ്ടേയിരിക്കുകയാണ്, വീണ് അത് മെൽറ്റ് ചെയ്തുകൊണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എല്ലാം റെഡിയാക്കി വെക്കാൻ. ആദ്യം നമുക്ക് ഈ മാരി ബിസ്ക്കറ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ബിസ്ക്കറ്റ് നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് പൗഡേർഡ് ഷുഗർ ഇടുന്നു. അതിലേക്ക് നമ്മൾ ബട്ടർ ഇടുന്നു, അൺസോൾട്ടഡ് ബട്ടർ ഇട്ടതിന് ശേഷം കുറച്ച് ചിൽഡ് വാട്ടർ ഒന്ന് തളിക്കും. ചിൽഡ് വാട്ടർ ചെന്ന് കഴിഞ്ഞാൽ ബട്ടർ ഹാർഡായിട്ട് നല്ല കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് കിട്ടും. ഇത് നോക്ക്, ഏകദേശം ഒന്നായിട്ടുണ്ട്. പുട്ടിൻ്റെ പൊടി പിടിക്കുന്ന മാതിരി ആയിട്ടില്ലേ? ഇനി നമ്മളിത് ഓരോരോ കണ്ടെയ്നേഴ്സിലേക്ക് നമ്മൾ മാറ്റും. കണ്ടെയ്നേഴ്സിലെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്, കണ്ടോ? അതിൻ്റെ മിക്സ് നമ്മൾ ബിസ്ക്കറ്റും ബട്ടറും ഷുഗറും എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇനി നമ്മൾക്ക് ഇത് ഒന്ന് പ്രസ് ചെയ്ത് അതിൻ്റെ ഒരു കംപ്രസ്ഡ് ഫോമിലേക്ക് മാറ്റണം. അതിനായിട്ട് നമ്മളൊരു ഗ്ലാസ് എടുത്തിരിക്കുന്നത്. ബ്ലൂബെറി ചീസ് കേക്കിന്റെ ബേസ് റെഡി ആയിട്ട് ഇതാ നോക്ക്, എല്ലാം ബേസ് റെഡിയാണ്. ഇനി നമുക്ക് ഈ ബേസ് ഒന്ന് ചില്ല് ചെയ്യണം നന്നായി. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ചീസ് റെഡിയാക്കാം. അതിലായിട്ട് നമ്മൾ ഹങ്കേഡ് നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമ്മൾ ബീറ്റ് ചെയ്യുന്നു. കേർഡിൻ്റെ അകത്തേക്ക് നമ്മൾ പൗഡേർഡ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പൗഡേർഡ് ഷുഗർ ആഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് നമ്മൾ കണ്ടൻസ് മിൽക്കും നമ്മൾ ആഡ് ചെയ്യും. ഈ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിലേക്ക് നമ്മൾ കുറച്ച് ലൈം ജ്യൂസ് ചേർക്കും. അതെന്ന് വെച്ചാൽ ഇതിൻ്റെ പുളി കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൈം ജ്യൂസ് ചേർക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ ചീസ് റെഡി ആയിട്ടുണ്ട്, ക്രീം ചീസിൻ്റെ ബേസ് ആയിട്ടുള്ള. ഇനി ഇതിലേക്ക് നമ്മൾ വിപ്പിംഗ് ക്രീമാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാം. ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം നമ്മൾക്ക് ഒരുപാട് ടൈറ്റ് ആയിട്ടല്ല ബീറ്റ് ചെയ്യേണ്ടത്. ആക്ച്വലി ഇത് ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണം ബീറ്റ് ചെയ്യാനായിട്ട്. ഇനി നമ്മൾക്ക് ഇത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചീസിലേക്ക് നമ്മൾ ചേർക്കുന്നു. നമ്മളുടെ വിപ്പിംഗ് ക്രീമും നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചീസും കൂടി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നു. നമ്മൾ ജലാറ്റിൻ നമുക്ക് ലാസ്റ്റേ ചേർക്കാൻ പറ്റുള്ളൂ. കാരണം ജലാറ്റിൻ നേരത്തെ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതങ്ങ് സെറ്റായി പോകും. ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർത്തു. ഇനി നമ്മൾക്ക് ചേർക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ജലാറ്റിൻ ചേർക്കാനുണ്ട്. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബ്ലൂബെറിയുടെ ക്രഷും ചേർക്കാനുണ്ട്. ക്രഷ് നമ്മളുടെ ഒരു ടോപ്പ് ലെയർ ആയിട്ട് മാത്രമേ വരുന്നുള്ളൂ. നമ്മളിത് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ജലാറ്റിൻ ചേർക്കാം കേട്ടോ. നന്നായിട്ട് നമുക്കിത് ഫോൾഡ് ചെയ്യാം. ഇനി നമുക്ക് ഓരോന്നിലേക്കായിട്ട് ഈ ക്രീം ചീസ് ഇട്ട് കൊടുക്കാം. ക്രീം ചീസ് ഇട്ടതിന് ശേഷം ഇത് ഒന്നോടെ ചില്ല് ചെയ്യണം. ചില്ല് ചെയ്ത് കഴിയുമ്പോഴാണ് ഇത് ശരിക്കും സെറ്റായി വരുള്ളൂ. എന്നിട്ട് വേണം ഇതിൻ്റെ ടോപ്പ് ലെയറിൽ നമ്മൾ ബ്ലൂബെറി റെഡിയാക്കി വെച്ചിരിക്കുന്ന ബ്ലൂബെറിയുടെ ക്രഷ് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മളുടെ ബ്ലൂബെറി ചീസ് കേക്ക് റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഇതിൻ്റെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ബ്ലൂബെറിയുടെ ക്രഷ് ഇതിനൊന്ന് ടോപ്പ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒന്നോടെ ഒന്ന് തണുപ്പിച്ചെടുക്കണം. ദാറ്റ്സ് ഇറ്റ്. നമ്മുടെ ബ്ലൂബെറി ചീസ് കേക്ക് റെഡി ആയി കഴിയുമ്പോൾ ഇതാ നമ്മുടെ ബ്ലൂബെറി ചീസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. അടിപൊളി. ഇനി കഴിച്ചു നോക്കിയിട്ട് പറയാം. ഇതൊന്നോടെ ഒന്ന് തണുപ്പിക്കണം. ഞാനേ ഈ സാധനം ഉണ്ടാക്കിയപ്പോൾ, ബ്ലൂബെറി ചീസ് കേക്ക് ഉണ്ടാക്കിയപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ക്വാണ്ടിറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. മനഃപൂർവ്വം പറയാത്തതാണ്. പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി കഴിഞ്ഞാൽ എൻ്റെ കച്ചവടം കൂട്ടും. ഇത് ഞാൻ ഉണ്ടാക്കുന്നത് സെയിലിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ടാവും. എനി ടൈം പുഡിംഗ് വിൽ ബി റെഡി. പല ടൈപ്പ് പുഡിങ്സ് ഉണ്ടാവും. അതിലൊന്ന് ബ്ലൂബെറി ചീസ് കേക്കാണ്. ഇത് കൈൻഡ് ഓഫ് പുഡിംഗ് ആണ്. ഇതിൻ്റെ കൺസിസ്റ്റൻസി അങ്ങനെയാണ്. തിക്കല്ല, ഒരുപാട് ഹാർഡല്ല, വെരി സോഫ്റ്റ് കൺസിസ്റ്റൻസി. പല പുഡിങ്സിൻ്റെ വീഡിയോസും ഇനി നമുക്ക് ഇതുമാതിരി കാണാം. ഓക്കെ, താങ്ക് യു.